ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അക്ബറും ആര്യനും അനീഷിനെ പറ്റി പറഞ്ഞ റീസൺസ് ഒരുവിധം സെയിം ഒക്കെ തന്നെയായിരുന്നു. അനീഷ് ഒറ്റപ്പെടൽ ഗെയിം കളിക്കുന്നു, അതേപോലെ മരുന്നെടുത്ത് കൊടുക്കുന്ന ഒരു കാര്യം അനീഷ് പറഞ്ഞിരുന്നു കേട്ടോ. അതൊരു പരാമർശം നടത്തിയിരുന്നു. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പൊ അത് അനീഷ് ഗെയിമായിട്ടൊന്നും പറഞ്ഞാൽ ഇവരത് ഗെയിമാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ലക്ഷ്മി മുന്നോട്ട് വന്നിരുന്ന ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. എഡി ബോഡി നോ റെസ്പെക്ട് ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അനുമോളുടെ PR കേസ് വെച്ചിട്ട് അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആകാശ് മുന്നോട്ട് വന്നിരുന്ന് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അക്ബർ മാസ്റ്റർ മാനിപ്പുലേറ്റർ ആണെന്നാണ് പറയുന്നത്. പിന്നെ അനുമോള് PR ടീം പറഞ്ഞു കൊടുത്ത പോലെ നിൽക്കുന്നു. പിന്നെ ഹ്യൂമൻ ക്യാമറയായിട്ട് യൂസ് ചെയ്യുന്നു അങ്ങനെ എന്തോ ഈ മണ്ടം പറയുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതായിരുന്നു ആകാശിന്റെ നോമിനേഷൻസ്, അക്ബറും അനുമോളും. പിന്നെ ബിന്നി ജയിലില് ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞില്ലെന്നോ, അങ്ങനെ ഉണ്ടെങ്കിൽ പറയുമായിരുന്നുണ്ടെങ്കിൽ തുറന്നു വിട്ടാനെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഷാനവാസ് ഇടയ്ക്ക് ഒരു നല്ലപോലെ ആർഗ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയ്ക്ക് അറിയത്തില്ലായിരുന്നോ എന്നുള്ളതാണ് ഷാനവാസ് ചോദിച്ചത്. കറക്റ്റ് കാര്യമാണ്. ബിന്നിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഷാനവാസിന്റെ ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻസ് എല്ലാം. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അവിടെ മനുഷ്യത്വരഹിതമായ ഒരു പെരുമാറ്റം കാഴ്ചവെച്ചിട്ട് പിന്നെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് അത് ഷാനവാസിന് അനുകൂലമായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ പറയുന്ന ആകാശിനെ നോമിനേറ്റ് ചെയ്ത് പിന്നെ കുറെ ഫ്രീ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനാണോ എന്തോ. പിന്നെ ആദില അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യത്വം ഇല്ലാത്ത ആളാണ്, മറ്റേ ദിയാസന അല്ലേ വരിക എന്നുള്ള ആ ഒരു പരാമർശം അതിനെ പറ്റി പറയുന്നുണ്ട്. അത് ആദിലയ്ക്ക് ഫീൽ ആയ ഒരു കാര്യമാണല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആദില പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്ബറിന് സ്വന്തമായിട്ട് ഇഷ്യൂസ് ഇല്ല, കോണ്ടന്റ് ഇല്ല. അപ്പൊ വേറുള്ളവരുടെ വിഷയങ്ങൾ വളച്ചൊടിച്ചാണ് അക്ബർ ഗെയിം കളിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് അതിലെ പറഞ്ഞത്. പിന്നെ ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഡോക്ടർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ബിന്നി പറഞ്ഞതായിട്ട് അതിലെ പറയുന്നുണ്ട്. അത് മ്യൂട്ട് ചെയ്തിട്ടാണ് കേൾപ്പിച്ചത്. അതുകൊണ്ട് ബിന്നി എന്താണ് പറഞ്ഞത് എന്നുള്ളത് അറിയത്തില്ല. അത് വെച്ചിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷാനവാസ് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. വ്യക്തതയില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നു, പഞ്ചസാര മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു കാര്യം ലക്ഷ്മി പറഞ്ഞിരുന്നു. അപ്പൊ ബിന്നിയുടെ മുഖത്തോട് മാവ് തെറിപ്പിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വ്യക്തതയില്ലാതെയാണ് ലക്ഷ്മി ഇടപെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടാസ്ക് മര്യാദയ്ക്ക് കളിക്കുന്നില്ല, ഇതൊക്കെ കൊണ്ട് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ബിന്നി പറഞ്ഞിട്ടുള്ള ആ ഒരു വൃത്തികെട്ട ആ ഒരു പരാമർശം അത് നല്ല ഒന്നാന്തരമായിട്ട് തന്നെ വീണ്ടും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല. ഷാനവാസ് ബിന്നിയെ നോമിനേറ്റ് ചെയ്തതും ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. അപ്പൊ ആണിന്റെ ക്വാളിറ്റീസും ഇല്ല, പെണ്ണിന്റെ ക്വാളിറ്റീസും ഇല്ല, അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് കേൾപ്പിച്ചിട്ടില്ല. ബിന്നിയുടെ വുമൺ കാർഡ് പാടെ പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ട്. പിന്നെ അനുമോള് നോമിനേറ്റ് ചെയ്യുന്നത് സാബുമാനെയും നെവിനെയുമാണ്. നൂറ നോമിനേറ്റ് ചെയ്യുന്നത് അക്ബറിനെയും നെവിനെയുമാണ്. ഈ സെയിം റീസൺസ് ഒക്കെ തന്നെ. സാബുമാൻ ആക്റ്റീവ് അല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് അനുമോള് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ നെവിൻ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. നോമിനേഷൻ ഡിസ്കസ് ചെയ്തു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഉപദേശക്കാരുമായിട്ട് കണ്ടസ്റ്റൻസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് അനുമോൾ എന്ന് പറയുന്നുണ്ട്. അതെന്താണ് സംഭവം എന്ന് നമുക്കറിയാം. അത് നെവിന്റെ ഫാമിലി വന്ന സമയത്ത് നെവിൻ ഇത്തിരി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നു, ഒരു എക്സൈറ്റ്മെന്റോ സന്തോഷമോ ഒന്നും കാണിച്ചില്ലെന്ന് അനുമോളെ പറഞ്ഞിരുന്നു. അത് മുഖത്ത് നോക്കി ഉള്ള കാര്യമാണ് പറഞ്ഞത്. അതിന്റെ പേരിൽ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അനീഷ് ടാസ്ക് മനസ്സിലാക്കാതെ കളിക്കുന്നു. ഫസ്റ്റ് ഒന്നാമതായിട്ട് സ്റ്റോർ റൂമിൽ പോകുന്നു, പിന്നെ സോഫയുടെ ഒരറ്റത്തിരിക്കുന്നു. ഇതൊക്കെ മാറ്റി നിർത്തിയാൽ അനീഷേട്ടൻ അടിപൊളി ഗെയിമറാണെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. പിന്നെ ലക്ഷ്മി, സാബുമാൻ, നെവിൻ ഇവർക്ക് 2 വോട്ടുകളാണ് ലഭിച്ചത്. നെവിന് 2 വോട്ടുകൾ ലഭിച്ചത് ഈ നൂറയും അനുമോളും ഡിസ്കസ് ചെയ്തിട്ടാണെന്നാണ് നെവിൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ഇവർക്ക് 3 പേർക്കും 2 വോട്ടുകൾ വീതം ലഭിച്ചുകൊണ്ട് നോമിനേഷനിൽ വന്നു. പിന്നെ അനീഷ്, അക്ബർ, ലക്ഷ്മി, അനുമോൾ, ബിന്നി ഇവർക്ക് എല്ലാവർക്കും 3 വോട്ടുകൾ വീതമാണ് ലഭിച്ചത്. ഷാനവാസിന് 4 വോട്ടുകൾ ലഭിച്ചു. അങ്ങനെ ഈ ആഴ്ച നോമിനേഷനിൽ വന്നത് 8 പേരാണ്. ആദില, നൂറ, പിന്നെ ആര്യൻ. ഇവര് 3 പേര് സേവ് ആയി. ആര്യന് ഇമ്മ്യൂണിറ്റി കിട്ടി കേട്ടോ. ആര്യൻ ഇമ്മ്യൂണിറ്റി കിട്ടിയ സന്തോഷത്തോടെ തുള്ളിച്ചാടി നടക്കുന്നുണ്ട്. ആദില ക്യാപ്റ്റനാണ്. നൂറ ആരും നോമിനേറ്റ് ചെയ്തില്ല, ആര്യനെ നോമിനേറ്റ് ചെയ്തില്ല. അപ്പൊ ഇവരാണ് ഈ 8 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ഇതായിരുന്നു ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.